നമസ്കാരം, ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം. ഇറാൻ അനുകൂല സൈനിക വിഭാഗങ്ങൾക്കെതിരെ സിറിയയിലും ഇറാഖിലുമായി 7 സ്ഥലങ്ങളിലെ 85 കേന്ദ്രങ്ങൾക്ക് നേരെയാണ് വെള്ളിയാഴ്ച ആക്രമണം നടത്തിയതെന്ന് അമേരിക്കയുടെ വെളിപ്പെടുത്തൽ. ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെയുള്ള ആക്രമണത്തിന് മറുപടിയായിട്ടായിരുന്നു ആക്രമണങ്ങൾ. ഇറാൻ പിന്തുണയ്ക്കുന്ന സായുധ സംഘങ്ങളെയും അമേരിക്ക ലക്ഷ്യമിട്ടു. അയ്യാഷ് നഗരത്തിലും ദേറസ് പ്രവിശ്യയിലുമാണ് ആക്രമണങ്ങൾ നടന്നത്. 18 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ. 125 ബോംബുകളാണ് അരമണിക്കൂർ നീണ്ടുനിന്ന ആക്രമണത്തിനിടെ വർഷിച്ചത്. ഇറാൻ പിന്തുണയുള്ള സേനയാണ് ഞായറാഴ്ച ജോർദാനിൽ ആക്രമണം നടത്തിയതെന്ന് അമേരിക്കൻ സേന കുറ്റപ്പെടുത്തിയിരുന്നു. US സേനയെ ആക്രമിക്കാൻ ഇറാൻ റവല്യൂഷണറി ഗാർഡും അവർ പിന്തുണയ്ക്കുന്ന സേനകളും ഉപയോഗിക്കുന്ന ഇറാഖിലെയും സിറിയയിലെയും ലക്ഷ്യസ്ഥാനങ്ങൾ തന്റെ നിർദ്ദേശപ്രകാരം തകർത്തതായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. പശ്ചിമേഷ്യയിലോ ലോകത്ത് മറ്റെവിടെയെങ്കിലുമോ ഞങ്ങൾ സംഘർഷം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ തങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന എല്ലാവരോടും പ്രതികരിക്കുമെന്നും ബൈഡൻ പറഞ്ഞു. വേണ്ടിവന്നാൽ യുദ്ധത്തിന് തയ്യാറാണെന്നും എന്നാൽ ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാനാണ് അമേരിക്കക്ക് താൽപര്യമെന്നും ജോ ബൈഡൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതോടെ ലോകം ഉറ്റുനോക്കുകയാണ് പലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിന് പിന്നാലെ മറ്റൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുമോ എന്ന്. അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ട ലോങ് റേഞ്ച് ബോംബറുകൾ ഉൾപ്പെടുന്ന നിരവധി വിമാനങ്ങൾ ഉപയോഗിച്ച് 85-ലധികം കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി US സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ അറിയിച്ചു. 125-ലധികം കൃത്യതയാർന്ന യുദ്ധോപകരണങ്ങളാണ് വ്യോമാക്രമണത്തിൽ ഉപയോഗിച്ചത്. കമാൻഡ് ആൻഡ് കൺട്രോൾ കേന്ദ്രങ്ങളും ഇന്റലിജൻസ് കേന്ദ്രങ്ങളും മിസൈൽ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങളും അമേരിക്കയെയും സഖ്യസേനയെയും ആക്രമിക്കുന്ന കേന്ദ്രങ്ങളുമാണ് ലക്ഷ്യം വെച്ചതെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. ആക്രമണത്തിൽ 18 ഇറാൻ അനുകൂല പോരാളികളെങ്കിലും കൊല്ലപ്പെട്ടതായി സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് വാർ മോണിറ്റർ അറിയിച്ചു. ഇറാനിയൻ അനുകൂല സംഘങ്ങൾ താമസിക്കുന്ന 26 പ്രധാന കേന്ദ്രങ്ങളിലെങ്കിലും സിറിയയിൽ നശിപ്പിച്ചതായും വാർ മോണിറ്റർ മേധാവി റാമി അബ്ദുറഹ്മാൻ പറഞ്ഞു. ആക്രമണം ഏകദേശം 30 മിനിറ്റ് നീണ്ടുനിന്നതായി US ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ജോൺ കിർബി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. നാശനഷ്ടങ്ങൾ പ്രതിരോധ വകുപ്പ് വിലയിരുത്തുകയാണെന്നും ദൗത്യം വിജയകരമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. വ്യോമാക്രമണത്തിന് പുറമെ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ സൈബർ വിങ്ങിനെ ലക്ഷ്യമിട്ട് അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ സൈബർ ഇലക്ട്രോണിക് കമാൻഡിലെ 6 ഉദ്യോഗസ്ഥർക്കും ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ സംവിധാനങ്ങൾക്ക് സാമഗ്രികൾ നൽകുന്ന ഇറാൻ ഹോങ്കോങ് ആസ്ഥാനമായുള്ള വിതരണക്കാരുടെ ശൃംഖല എന്നിവയ്ക്കാണ് ഉപരോധം ഏർപ്പെടുത്തിയതെന്ന് US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് പ്രസ്താവനയിൽ അറിയിച്ചു. ഇതിനു പുറമെ റവല്യൂഷണറി ഗാർഡിന്റെ എലൈറ്റ് ഗുഡ്സ് ഫോഴ്സിന് ധനസഹായം നൽകുന്നുവെന്ന് ആരോപിച്ച് തുർക്കി ആസ്ഥാനമായ എണ്ണ കമ്പനിയുടെ $108 മില്യൺ പിടിച്ചെടുത്തതായും US അറിയിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച ജോർദാനിലെ US സൈനിക ക്യാമ്പിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 3 സൈനികർ കൊല്ലപ്പെടുകയും 30-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇറാഖിലെ ഇറാൻ അനുകൂല സൈനിക വിഭാഗങ്ങളാണ് ഇതിന് പിന്നിലെന്നാണ് അമേരിക്ക ആരോപിക്കുന്നത്. ഇതോടെ ലോകം ഉറ്റുനോക്കുകയാണ് മറ്റൊരു യുദ്ധത്തിന് വഴിതെളിയിക്കുമോ അമേരിക്കയുടെ ഈ നീക്കങ്ങളെന്ന്.